ഇപ്പം നമ്മൾ അറേഞ്ച് മാരേജ് ഒക്കെ ആകുമ്പോൾ ഫസ്റ്റ് നൈറ്റിൽ ഇങ്ങനെ ഒരു സാധനം നടക്കും, കുറച്ച് പെയിൻ ഒക്കെ കാണും, അത് നീ സഹിച്ചോണം എന്നുള്ള രീതിയിലാണ് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പെയിൻ ഡ്യൂറിങ് സെക്സ് ആണ് പെൺകുട്ടികൾ കൂടുതലും പറഞ്ഞ് വരാറുള്ളത്. വളരെ പെട്ടെന്ന്, അതായത് ഉദ്ധാരണത്തിന് ശേഷം വളരെ പെട്ടെന്ന് സ്ഖലനം നടക്കുമ്പോഴാണ് നമ്മൾ പ്രിമച്വർ എജാക്കുലേഷൻ എന്ന് പറയാം. 2 to 3 minutes എന്ന് പറയുന്നതാണ് നോർമൽ. കൺസിസ്റ്റന്റ് ആയിട്ട് 1 minute മുമ്പേ എജാക്കുലേഷൻ നടക്കുമ്പോഴാണ് പ്രശ്നം എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യാൻ തന്നെ നമുക്ക് പാടാണ്. പെയിൻ ഡ്യൂറിങ് സെക്സ് ഇസ് നെവർ നോർമൽ. പെയിൻ കാരണം ലൂബ്രിക്കേഷൻ വരുന്നില്ല, അല്ലെങ്കിൽ പെയിൻ കാരണം സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. ഇപ്പോൾ ചൈൽഡ് ബർത്തിന് ശേഷം ഒരു സെക്ഷൽ താല്പര്യം കുറയാം എന്നുള്ളതും, നമ്മൾ കട്ടൊക്കെ ചെയ്യും ചിലപ്പോൾ ഡെലിവറിയുടെ സമയത്ത്, അല്ലെങ്കിൽ അവിടെ ടയർ വരാം. അപ്പോൾ ആ ഹീലിങ്ങിന്റെ സമയത്ത് പെയിൻ ഇഷ്യൂസ് ഒക്കെ വരാം. ഈ പറയുന്ന ഓരോ സമയത്തും വരുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ട്രീറ്റബിൾ ആണ്. മാസ്റ്റർബേഷൻ ഇസ് എ ഗുഡ് തിങ്. എക്സസീവ് മാസ്റ്റർബേഷൻ ഇസ് ബാഡ്. അഡിക്ഷനിലേക്ക് പോകരുത്. ബട്ട് എൻജോയിങ് യുവർ സെൽഫ്, ഒരു സെൽഫ് പ്ലഷറിനായിട്ടുള്ള രീതിയിലും ഇജാക്കുലേഷൻസും കോണ്ടാക്റ്റും സ്പേം പോകുന്നത് ഡസ് നോട്ട് കോസ് എനി ഇഷ്യൂസ്. മാസ്റ്റർബേഷൻ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇറ്റ്സ് ഓൾവേസ് ഹെൽപ്ഫുൾ ഉള്ളി. പെനട്രേറ്റീവ് ടോയ്സ് ഉണ്ട്, ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ്റെ ടോയ്സ് ഉണ്ട്, പലതരം ടോയ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ മ്യൂച്വൽ മാസ്റ്റർബേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാർട്ട്ണറോട് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഈവൻ അത് നമ്മുടെ ഓവറോൾ ആങ്സൈറ്റി കുറയ്ക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. പെനട്രേറ്റീവ് സെക്സിലൂടെ ഓർഗാസം എത്തുന്ന സ്ത്രീകൾ ഇസ് വെരി ലെസ്. അത് ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ അല്ലെ വേറെ രീതിയിലുള്ള ഫോർ പ്ലേ ഒക്കെയാണ് അവരെ കൂടുതലും ഹെൽപ്പ് ചെയ്യാറുള്ളത്. ഈസ് ഓറൽ സെക്സ് റിസ്ക് ഫ്രീ? അല്ല, ഓറൽ സെക്സ് റിസ്ക് ഫ്രീ അല്ല. സിമ്പിളായിട്ട് ചോദിക്കാമെങ്കിൽ വെരി ബേസിക് തിങ് ടു, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള, STIs പ്രിവെൻറ്റ് ചെയ്യാനുള്ള വെരി ബേസിക് സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക. അതായത് ഒരു ബാരിയർ പ്രൊട്ടക്ഷൻ, അതായത് കോണ്ടം പോലത്തെ ബാരിയർ പ്രൊട്ടക്ഷനിൽ ഏർപ്പെടുക. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസും, അതായത് ഇപ്പോൾ ഒരു ഡ്രങ്കായിട്ട് ഇത്തരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടാതിരിക്കുക, അതൊരു ഭാഗമുണ്ട്. പിന്നെ ഇങ്ങനൊരു അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് 2 രീതിയിലുള്ള പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഉണ്ട്. അതായത് നമുക്ക് സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാളുമായിട്ട് ഒരു അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ HIV പ്രൊഫൈലാക്സിസ് എടുക്കാം, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സ് എടുക്കാം. അതുകൂടാതെ ഡോക്സി പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഒരു ദിവസത്തേക്ക് കഴിച്ചാൽ മതി. കുറേ ഓർഗാനിസത്തിൽ നിന്ന് നമുക്ക് അതിനകത്തുനിന്നൊരു പ്രൊഫൈലാക്സിസ്, അതിനകത്തുനിന്നൊരു ക്യൂർ അതിനകത്ത് കിട്ടാറുണ്ട്. പക്ഷെ ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും എടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്കത് ആ സ്റ്റിഗ്മയെ ഓവർകം ചെയ്ത് ഇതിലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് അറിയാത്തതാണ്. കോണ്ടംസും ഡെന്റൽ ഡാംസിനെ പറ്റിയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അതായത് നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇപ്പം പെനട്രേഷൻ വഴി സ്പ്രെഡ് ചെയ്യാൻ മാത്രമാണ് കോണ്ടംസ് ഹെൽപ്പ് ചെയ്യുക. അതുകൂടാതെ ഓറൽ സെക്സ് വഴിയും സെക്ഷൽ ഇൻഫെക്ഷൻസ്, അപ്പൊ അതിനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഡെന്റൽ ഡാംസ്. ഇപ്പൊ ഡെന്റൽ ഡാം എന്ന് പറയുമ്പോൾ ചിലവരുടെ വിചാരം എന്തോ ഡെന്റിസ്റ്റ് റിലേറ്റഡ് എന്തോ പ്രൊസീജിയറാണ്. ഡെന്റൽ ഡാം എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് കോണ്ടം വെട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ ടു മേക്ക് ഓൾസോ. എന്നിട്ട് ഓറൽ സെക്സിന്റെ സമയത്ത് അത് യൂസ് ചെയ്യുക. അതുവഴിയുള്ള ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ ഇങ്ങനെ കൊച്ചു സെക്ഷൽ ഹൈജീനും സെക്ഷൽ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വഴി ട്രാൻസ്മിഷൻ നമുക്ക് കുറെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ ഇമ്പോർട്ടൻസ് ഓഫ് സെക്ഷൽ ഹൈജീൻ എന്നുള്ളതാണ് അല്ലേ, ടു പ്രിവെന്റ് STIs എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒന്നും എങ്ങും ആളുകൾക്ക് കിട്ടുന്നില്ല അല്ലേ? ഇത് ഇൻ ദി എൻഡ് എവറിത്തിങ് കംസ് ഡൗൺ ടു ബേസിക് സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. സ്കൂൾ ലെവൽ തൊട്ടെങ്കിലും അല്ലേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നേരത്തെ ഈ ഓറൽ ക്യാവിറ്റിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഉള്ളൊരു ധാരണ ഓറൽ സെക്സിന് ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല, അത് സേഫ് ആണെന്നുള്ളൊരു ധാരണയുണ്ട്. ചില ഓർഗാനിസംസ് ഉണ്ട്, ക്ലമീഡിയ, ഗൊണോറിയ, അങ്ങനെ ചില ഓർഗാനിസം ഉണ്ട്. അത് നമ്മുടെ ഫാരിങ്സിൽ, നമ്മുടെ ഈ ഒരു ത്രോട്ടിനകത്ത് അസിംറ്റമാറ്റിക് ആയിട്ട് നിലനിൽക്കും, കുറേ നാളുകൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഓറൽ സെക്സ് കഴിയുമ്പോൾ അതൊരു യൂറിത്രൈറ്റിസ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യത. അതുകൂടാതെ ഇപ്പോൾ ഹെർപ്പിസ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഈ കോൾഡ് സോർ എന്ന് പറയുന്നൊരു ഹെർപ്പിസ് ഇൻഫെക്ഷൻ ഉണ്ട്. അത് ഹെർപ്പിസ് ലേബിയാലിസ്, ചുണ്ടിൽ ഇങ്ങനെ ചെറിയ കുമിളകളായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അത് HSV1 എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനാണ്. പണ്ട് അത് HSV1 എന്ന് പറയുന്നത് ഇവിടെ മാത്രം വരുന്നൊരു ഇൻഫെക്ഷനാണ്. പക്ഷേ പിന്നീട് കാലയളവിൽ ഓറൽ സെക്സ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇതെന്ന് പറയുന്ന ഒരു ജെനിറ്റൽ ഇൻഫെക്ഷനായിട്ട് മാറി. അപ്പോൾ ഈ ഹെർപ്പിസ് തന്നെ എന്തായിട്ട് വരാറുണ്ട്,
ജെനിറ്റൽ ഹെർപ്പിസ് ആയിട്ട് വരാറുണ്ട്. ആക്ച്വലി ജെനിറ്റൽ ഹെർപ്പിസ് എന്ന് വെച്ചാൽ HSV2 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള സ്ട്രെയിൻസ് വ്യത്യാസമുണ്ട്. പക്ഷേ ഓറൽ സെക്സ് കഴിയുമ്പോൾ ഇത് HSV1 തന്നെ ജെനിറ്റൽ ഹെർപ്പിസ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഓറൽ സെക്സ് എന്ന് പറയുന്നതും ഒരു STI ഫ്രീ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് അല്ല. അപ്പോൾ അതിലും ഈ പറയുന്ന പോലെ തന്നെ പ്രൊട്ടക്ഷനും ബാരിയേഴ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഇപ്പം ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈവൻ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തൊക്കെയോ അറിയാമല്ലോ, നമ്മൾ പോലും പക്ഷെ വിട്ടുപോകുന്ന കുറേ ടോപ്പിക്സ് ഉണ്ട്. ഇത് ഇപ്പം നമ്മുടെ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പം ഇത് കേട്ട് കഴിയുമ്പം തോന്നുകയാണ് ഓക്കെ എനിക്കിപ്പം ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ സോ അങ്ങനെ ഒരാൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് സെറ്റ് ഓഫ് സ്ക്രീനിങ് എന്തായിരിക്കും എടുക്കേണ്ടത്? ഗൂഗിൾ ChatGPT നോക്കാതെ നേരെ പോയി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം, ഡെമറ്റോളജിസ്റ്റിനെ കാണാം, യൂറോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണാം. ആരെയാണെങ്കിലും ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് തരം എക്സ്പോഷറാണ് ഉണ്ടായത്, ഒരു ഹൈ റിസ്ക് എക്സ്പോഷർ ആയിരുന്നു അത് പറയുക, എന്തൊക്കെ തരം സിംറ്റംസ് ആണ് ഉള്ളതെന്ന് പറയും. അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എന്താ അത് ചെയ്യാം. ഇതിന് ചില അസുഖങ്ങൾക്ക് ഒരു വിൻഡോ പീരീഡ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം പോസിറ്റീവ് ആവണമെന്നില്ല, കുറച്ച് നാൾ റിപ്പീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ ഇപ്പം നമുക്ക് PCR അനാലിസിസുകളുണ്ട്. PCR അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഇൻഫെക്ഷൻ പോലും പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വാബ് ടെസ്റ്റുകളുണ്ട്. അത്തരം ടെസ്റ്റുകളിലൂടെ നമുക്കൊരു പാനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും അതിനകത്ത് നമുക്ക് നേരത്തെ തന്നെ സ്ക്രീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബേസിക്കലി ഒരു പാനിക് ആവാതെ ഇതിൽ ഇമോഷണൽ ഇത് കൊണ്ടുവരാതെ നേരെ ഡോക്ടറെ കാണുക, ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്താൽ പാർട്ണറെ നോട്ടിഫൈ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇതിൽ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണ്, വാസ്റ്റർ ഏരിയ ആണ്, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ എന്നുള്ളത് അല്ലേ. സോ ശരിക്കും എന്താണ് ആ ഒരു ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഒരു വലിയ ഏരിയ എന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് സെക്സ് ഇനിഷ്യേഷൻ്റെ സമയത്താകാം, സെക്സിൻ്റെ സമയത്താകാം, അതിന് ശേഷമാകാം. അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു, നമുക്കത് കാരണം ഒരു ഡിസ്ട്രെസ് ഉണ്ടാകുന്നു. അങ്ങനത്തെ എന്ത് കണ്ടീഷനെ നമ്മൾ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയാം. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ കോമൺ ആയിട്ട് വരാറുള്ളൊരു കാര്യമാണ്. എഗെയിൻ അവിടെയും ഇത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും എന്താണ് കാര്യങ്ങളെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് എപ്പോഴാണ് ഡിസ്ഫങ്ഷനിലേക്ക് പോകുന്നതെന്ന് അറിയാം. ആൻഡ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് യൂഷ്വലി പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ഗൈനക്കോളജിസ്റ്റും, ആണുങ്ങൾ ഒന്നുകിൽ ആൻഡ്രോളജിസ്റ്റുകളോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റുകളോ ആണ് ഡീൽ ചെയ്യുക. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ ബോത്ത് മെൻ ആൻഡ് വുമൻ അവർ രണ്ടുപേരും ഈ സെക്ഷുവൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ തുറന്ന് പറയാൻ മടി. ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൾസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോലും തുറന്ന് സംസാരിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ കുറച്ചുകൂടെ വിമൻ കുറച്ചുകൂടെ ഇപ്പം പുറകിലോട്ട് ആകാൻ ചാൻസസ് കൂടുതലാണ് പറയാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ. സോ ആസ് എ ഡോക്ടർ ഇപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്ത്രീകൾ അധികം പുറത്ത് പറയാത്ത എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഏത് അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു സെറ്റ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട് ഹു ആർ പുതിയ നമ്മുടെ ജെൻസി അല്ലെങ്കിൽ യങ്ങർ പോപ്പുലേഷൻ ഹു ആർ വെരി അവെയർ ഓഫ് വാട്ട് സെക്സസ് അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ദേ ഡു കം ഫോർ ട്രീറ്റ്മെന്റ്. പക്ഷെ കുറച്ചും കൂടി ഒരു ഓൾഡർ ജനറേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് വേർ ദേ ആർ ടോട്ട് പെയിൻ അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് സെക്സ് അല്ലെങ്കിൽ അതൊക്കെ നോർമൽ ആണ്, ഒരു സ്ത്രീ എന്ന രീതിയിൽ അതൊക്കെ സഹിക്കണം. അതാ ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത്. ഇപ്പൊ ജെൻസി കുറച്ചുകൂടി പറഞ്ഞ പോലെ അവർ കുറച്ചുകൂടി ഓവർ ഓപ്പൺ ചെയ്യുന്നു. അത് രണ്ട് എക്സ്ട്രീം ഇപ്പോഴും ഉണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ കുറച്ച് മിസ്ഇൻഫർമേഷൻ കൂടി ഈവൻ പാസ് ചെയ്യുന്ന രീതിയിൽ ആക്റ്റീവായിട്ടുള്ളവരുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 90s കിഡ്സ് വരെ കുറച്ചുകൂടെ അല്ലേ, എല്ലാം ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഷെയർ ചെയ്തപ്പം അതിൽ ഏറ്റവും കോമൺ ആയിട്ട് തുറന്നു പറയാത്ത ഡിസ്ഫങ്ഷൻ എനിക്ക് തോന്നുന്നു സ്ത്രീകളിലാണെങ്കിൽ അതെപ്പോഴും ഈ പെയിൻ ഡ്യൂറിങ് സെക്സ് അല്ലെങ്കിൽ വജിനിസ്മസ് നമ്മൾ പറയും, പ്രോപ്പർ പെനട്രേഷനിലേക്ക് പോകാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഈ സെക്സിന്റെ സമയത്ത് ലൂബ്രിക്കേഷൻ വരാതിരിക്കുന്നതുകൊണ്ടുള്ള പെയിൻ പല കാര്യങ്ങളും കൊണ്ടുവരാം. അപ്പൊ എനിക്ക് തോന്നുന്നു മോസ്റ്റ് കോമൺ പെയിൻ ഡ്യൂറിങ് സെക്സ് എന്നുള്ളതാണ്. കാര്യം അത് ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ എന്താണ് ഒരു ഇപ്പം നമ്മൾ അറേഞ്ച് മാരേജ് ഒക്കെ ആകുമ്പോൾ ഫസ്റ്റ് നൈറ്റിൽ ഇങ്ങനെ ഒരു സാധനം നടക്കും, കുറച്ച് പെയിൻ ഒക്കെ കാണും, അത് നീ സഹിച്ചോണം എന്നുള്ള രീതിയിലാണ് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വാട്ട് ഐ ഹാവ് ഫെൽറ്റ് ഇസ് ഒരു പെൺകുട്ടികളുടെ സൈഡിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ഈ പറയുന്ന വെജിനിസ്മസ് അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് സെക്സ് എന്നുള്ളതാണ്. അതിന് പല പല ഏരിയാസും പല പല രീതിയുണ്ട്, ബട്ട് ദാറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ തിങ്. ആണുങ്ങളിൽ എനിക്ക് തോന്നുന്നു ചിലർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അത് പല കാര്യങ്ങൾ കൊണ്ട് വരാം. ആൻഡ് നമ്മുടെ അടുത്ത ആൾക്കാർ പലപ്പോഴും വരുന്നത് പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അത് ചിലപ്പോൾ പ്രോപ്പർ പ്രിമച്വർ ഇജാക്കുലേഷൻ ആവേ. പ്രിമച്വർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, അതായത് ഉദ്ധാരണത്തിന് ശേഷം വളരെ പെട്ടെന്ന് സ്ഖലനം നടക്കുമ്പോഴാണ് നമ്മൾ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയാം. അത് ആൾക്കാർ ഈ പറയുന്നില്ല, അത് കമ്പയർ ചെയ്യുന്നത് ഈ പോൺ വീഡിയോസ് ഒക്കെ ആയിട്ടാണ്. അപ്പം ഇത്ര ഒരു
2 to 3 minutes എന്ന് പറയുന്നതാണ് നോർമൽ. കൺസിസ്റ്റന്റ് ആയിട്ട് 1 മിനിറ്റിന് മുമ്പേ എജാക്കുലേഷൻ നടക്കുമ്പോഴാണ് പ്രശ്നം എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യാൻ തന്നെ നമുക്ക് പാടാണ്. കാര്യം അവരുടെ റെഫറൻസ് എപ്പോഴും ഈ പോൺ സ്റ്റാർസ് ഈ മിനിറ്റ്സ് ഇങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെനിട്രേഷൻ ചെയ്യുന്നു, അതാണ് നോർമൽ എന്ന് മനസ്സിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചൊക്കെ പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്ര കൺവിൻസ് ചെയ്താലും എത്ര പറഞ്ഞാലും അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതേസമയം സ്ത്രീകളിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷന്റെ ബുദ്ധിമുട്ട് പെയിൻ തന്നെയാണ്. സോ അതിപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഈ പെയിൻ ഡ്യൂറിങ് സെക്സ് എന്നുള്ളത് ശരിക്കും അത് എത്ര ലെവൽ വരെ നോർമൽ ആണ്? എപ്പോൾ തൊട്ടാണ് ഒരു ട്രീറ്റ്മെന്റ് ലെവലിലേക്ക് നമ്മൾ പോകേണ്ടത്? പെയിൻ ഡ്യൂറിങ് സെക്സ് ഇസ് നെവർ നോർമൽ. ആ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇപ്പം ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യുന്ന ആളാണ്, ഇപ്പൊ ആദ്യത്തെ സെക്ഷൽ ഇന്റർകോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ണറായിട്ട് ഫസ്റ്റ് ടൈം, അങ്ങനെ ചെറിയൊരു ആങ്സൈറ്റി, ചെറിയൊരു ഡിസ്കംഫർട്ട്, അവിടെ ഒരു സ്ട്രെച്ചിങ് പോലത്തെ പെയിൻ ഒക്കെ ഇനിഷ്യലി തോന്നുന്നത് ദാറ്റ് ഇസ് നോർമൽ. പക്ഷേ എല്ലാ സെക്ഷൽ എൻകൗണ്ടറിനും പെയിൻ വരുന്നു, അല്ലെ പെയിൻ കാരണം ലൂബ്രിക്കേഷൻ വരുന്നില്ല, അല്ലെ ഈ പെയിൻ കാരണം സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അപ്പം പെയിൻ എപ്പോഴുണ്ടോ ദാറ്റ് നീഡ്സ് ഹെൽപ്പ്. കാര്യം സെക്സ് ഈസ് സപ്പോസ് ടു ബി എൻജോയബിൾ ഫോർ ബോത്ത് പാർട്ട്നേഴ്സ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പെയിൻ ഉണ്ടെങ്കിൽ ദേ ഷുഡ് ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ്. ഓക്കെ ഡോക്ടർ, അതേപോലെ ഇപ്പം ഈ ഒരു സെക്ഷൽ ഫങ്ഷനിങ് എന്നുള്ളതിനെ നമ്മുടെ ഈ നമ്മുടെ ലൈഫിലെ കുറേ ഇവന്റ്സ് വരുമ്പോൾ അത് വേരി ആവത്തില്ലേ? ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ മെനോപോസ് സമയത്ത്, അപ്പം ഇങ്ങനത്തെ ഓരോ ഇവന്റ് സമയത്തും ഇതിലൊരു മാറ്റം വരില്ലേ? സോ അതെങ്ങനെയാണ്? സെക്ഷൽ ഫംഗ്ഷൻ ഈ ഇവന്റ്സിൽ വെച്ച് മാത്രമല്ല, ഇപ്പൊ ഇവൻ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കുന്നു, അപ്പൊ അത് ചിലവർക്ക് അഫക്റ്റഡ് ആവാം. ചൈൽഡ് ബർത്തിന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ വജനൽ ഡെലിവറി എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർക്ക് അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്, ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് വേരീസ്. പക്ഷെ ആ ഒരു പെൽവിക്, അതായത് നമ്മുടെ കുഞ്ഞ് ഇറങ്ങി വരുന്നത് യോനി വഴിയാണല്ലോ, അപ്പൊ അവിടെ ഇഷ്യൂസ് വരാം, പെൽവിക് ഫ്ലോറിന് പ്രശ്നങ്ങൾ വരാം. പിന്നെ പോസ്റ്റ് ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈസ്ട്രജന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. അത് കാരണം ലൂബ്രിക്കേഷൻ ഇഷ്യൂസ്, നമുക്കൊരു താല്പര്യക്കുറവ് പോലെ തോന്നാം. അപ്പം ഇതിങ്ങനെയൊക്കെ സംഭവിക്കാം. അത് നോർമൽ ആണെന്ന് അറിഞ്ഞിരിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇപ്പൊ ചൈൽഡ് ബർത്തിന് ശേഷം ഒരു സെക്ഷൽ താല്പര്യം കുറയാം എന്നുള്ളതും, ഇപ്പൊ ലൂബ്രിക്കേഷൻ ഇഷ്യൂസ് വരാം എന്നുള്ളതും, ആ ഒരു പെൽവിക് ഫ്ലോറിന് ഇപ്പം നമ്മൾ കട്ടൊക്കെ ചെയ്യും ചിലപ്പോൾ ഡെലിവറിയുടെ സമയത്ത്, അല്ലെ അവിടെ ടയർ വരാം. അപ്പൊ ആ ഹീലിങ്ങിന്റെ സമയത്ത് പെയിൻ ഇഷ്യൂസ് ഒക്കെ വരാം. പക്ഷെ ഇതിനെല്ലാം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇഫ് യു ഗിവ് ടൈം ഇതൊക്കെ റിക്കവറായി വരാം എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി മെനപ്പോസ് അത് തന്നെ. മെനപ്പോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവറി എന്നുള്ള ഈസ്ട്രജന്റെ ഒക്കെ സപ്ലൈ കട്ടാവാണ്. അപ്പം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഈസ്ട്രജൻ പോകുമ്പോൾ വേറെ കുറേ ഇഷ്യൂസിനോടൊപ്പം തന്നെ നമ്മൾ ജെനിറ്റോ യൂറിനറി ആയിട്ടുള്ള കുറേ സിംറ്റംസ് വരും ഓഫ് മെനപ്പോസ് എന്ന് പറയുന്നത്. ഭയങ്കര ഡ്രൈനെസ്, അവിടെ ഭയങ്കര പെട്ടെന്ന് ഇഞ്ചുറീസ് വരുന്നതും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളൊക്കെ കൂടും. അപ്പോൾ മെനപ്പോസൽ ട്രാൻസിഷന്റെ സമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുക. കാര്യം ഇതിനൊക്കെ കുറേ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക്. ഈ പറയുന്ന ഓരോ സമയത്തും വരുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ട്രീറ്റബിൾ ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഇത് ഒരു സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല, ഓൾവേസ് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പും കൂടെ വേണം. കാര്യം കുറെ പ്രൈമറി സെക്സ് ഓർഗൻ എത്ര പറഞ്ഞു വന്നാലും നമ്മുടെ ബ്രെയിൻ ആണ്. ഫിസിക്കലും സൈക്കോളജിക്കലും രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ് ഭയങ്കരമായിട്ട്. ഇപ്പൊ നമ്മൾ സ്ട്രെസ്ഡ് ആയാലും നമ്മൾ ആങ്ഷ്യസ് ആയാലും ഒക്കെ നമ്മുടെ സെക്ഷൽ ഫംഗ്ഷൻ ഇതിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഒരു കമ്പൈൻഡ് ട്രീറ്റ്മെന്റ്, ഒരു നല്ല ടീം വേണം. കുറച്ച് മെഡിസിൻസ് കൊടുക്കുന്നത് മാത്രം പോരാ, എന്താണ് സംഭവിക്കുന്നതെന്ന് പേഷ്യന്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് തെറാപ്പി വേണമെങ്കിൽ ആ രീതിയിലും കൂടെ അതിനെ ഡീൽ ചെയ്ത് ഇതൊക്കെ നോർമലാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, നമുക്ക് ഇങ്ങനെ റിക്കവറായി വരാമെന്ന് എഡ്യൂക്കേറ്റ് ചെയ്തും കൂടെ പോകണം എന്നുള്ളതാണ് എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം പോസ്റ്റ്മോർട്ടം സമയത്തൊക്കെ പല റീസൺസ് കൊണ്ട് ഇത് വേരി ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇപ്പം നമുക്ക് ആ ഒരു സെക്ഷൽ ഫംഗ്ഷൻ, അപ്പം ആ ഒരു സമയത്ത് ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും ഡെഫിനറ്റ്ലി. ബട്ട് അത് കഴിഞ്ഞിട്ടും ഓക്കെ ഇതിപ്പോ നോർമൽ അല്ല, ഇത് ട്രീറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ആ ഒരു പോയിന്റ് എപ്പോഴാണ്? അതായത് കുറച്ചുനാൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈക്കോളജിക്കൽ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ ആക്റ്റീവ് ആയിരിക്കില്ല. സോ അത് കഴിഞ്ഞൊരു പോയിന്റ് പിന്നെയും അത് എക്സീഡ് ആയി പോകുന്നു. ആ പോയിന്റ് എപ്പോഴാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട പോയിന്റ്? അതായത് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത്, പിന്നെ റിക്കവറിയുടെ സമയത്ത് മിക്ക ആൾക്കാരും ആ ഒരു സമയത്ത് അതിനായിരിക്കത്തില്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ആയി, നമ്മുടെ വൂണ്ടൊക്കെ ഹീലായി, ബേബിയായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടും ചിലപ്പോൾ പാർട്ട്ണർ കോൺടാക്ടിന് ശ്രമിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു. അപ്പം കുറച്ച് ടൈം കൊടുക്കുക. ഒരു 6 weeks ഒക്കെ ആയിട്ടും അതങ്ങോട്ട് റെഡി ആവുന്നില്ല, നമുക്ക് പെർസിസ്റ്റന്റ് ആയിട്ട് പെയിൻ ഇഷ്യൂസ് പുതുതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ തീരെ ഇതിനോട്
അതിനോടൊരു ലിബിഡോ നമുക്കൊരു അറൗസൽ ഒന്നും വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ്. അപ്പം ചിലപ്പം അതൊരു ഫിസിക്കൽ ഇഷ്യൂ പോലും ആകണം എന്നില്ല. ചൈൽഡ് ബർത്തിന് ശേഷമുള്ള ഒരു ചൈൽഡ് ബർത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാകാം, അല്ലെങ്കിൽ കുഞ്ഞ് വന്നതിൻ്റെ ഉള്ള ആങ്സൈറ്റി, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയാം, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അത് നമുക്കോ നമ്മുടെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നൊരു പോയിന്റ് എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ് എന്നുള്ളതാണ്. ഓക്കെ. സോ ഇനി നമ്മൾ തിരിച്ച് STIയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ STI നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രഗ്നൻസീസിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട് STIs? അതായത് ചില STIs ഉണ്ട്. ഇപ്പോൾ ഗൊണോറിയ, ക്ലെമീഡിയ എന്നൊക്കെ പറയുന്ന ചില STDs ഉണ്ട്. പൊതുവേ അത് യൂറിത്രൈറ്റിസ് ഒക്കെ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. സ്ത്രീകളുടെ യൂറിത്രൈറ്റിസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് റെക്കറൻ്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ അങ്ങ് വിട്ടുകളയുകയാണെന്നുണ്ടെങ്കിൽ അത് അസെൻഡ് ചെയ്യും, അതായത് മുകളിലേക്ക് അസെൻഡ് ചെയ്യും. അപ്പോൾ അത് സ്ത്രീകളുടെ സെവിക്സിൽ നിന്ന് മുകളിലേക്ക് അസെൻഡ് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബ്സിലോട്ടും യൂട്രസിലും ഒക്കെ പോയിട്ട് അവിടെ ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് നമ്മുടെ പെൽവിസിനെ മൊത്തം അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമായിട്ട് അത് മാറി. അവിടെ ഒരു ഇൻഫ്ലമേഷനും അവിടെ അഡിഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് എ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇത് കൂടാതെ പുരുഷന്മാരിലും ഇത് തന്നെ സംഭവിക്കും. ഇത് അസെൻഡ് ചെയ്തിട്ട് ഒരു എപ്പിഡിമോർക്കേറ്റിസ് അല്ലെങ്കിൽ ടെസ്റ്റിസിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും സെയിം പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇപ്പം നമ്മളിതിൻ്റെ വാക്സിൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പലയിടത്തും ആഡ്സ് കാണാറുണ്ട്. സോ അങ്ങനെ ഇതിനെതിരെ എന്തെങ്കിലും വാക്സിനേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മസ്റ്റായിട്ട് എടുക്കണം എന്നുള്ള എന്തെങ്കിലും വാക്സിനേഷൻസ് അവയർനെസ് കൊടുക്കാൻ പറ്റുമോ? ഇതിൽ ഒരു വാക്സിൻ എന്ന് പറയുന്നത് HPV വാക്സിനാണ്. അത് പലതരം വാക്സിൻ ഉണ്ട്. അത് HPV ഉണ്ടാക്കുന്ന ഒരുപാട് തരം സ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രെയിൻസിൻ്റെ എണ്ണം ഏതൊക്കെ സ്ട്രെയിൻസിനെ കവർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് വാക്സിൻ വരുന്നത്. ക്വാഡ്രിവാലൻ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെ പലരും നോണാവാലൻ്റ് ഉണ്ട്, പല ടൈപ്പ് വാക്സിൻ ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു 14 വയസ്സ് കഴിയുന്നവർ, അതായത് ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പ് വാക്സിൻ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഈ വാക്സിൻ്റെ ഒരു പ്രത്യേകത, ഇത് അസുഖം വന്നിട്ട് ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പ്. അപ്പോൾ അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 25 വയസ്സ് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 25 വയസ്സിന് ശേഷം വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ വാക്സിൻ എടുക്കുമ്പോൾ ഒരു ഗുണം, ഒരു ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അതിനുശേഷം ഏതെങ്കിലും ഒരു HPV സ്ട്രെയിൻ വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 8 എന്ന് പറയുന്ന HPV സ്ട്രെയിൻ, 8 അല്ല, ഒരു 6 എന്ന് പറയുന്ന HPV സ്ട്രെയിൻ വന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ബാക്കിയുള്ള സ്ട്രെയിനുകളിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അതേ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നോട് പൊതുവെ HPV ആയിട്ട് വരുന്ന ഒരു എനോജെനിറ്റൽ വാർഡ്സ് ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് ഇതിൽ ഏതോ ഒരു സ്ട്രെയിൻ കൊണ്ടാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ മോളിക്കുലർ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇത് വരാതിരിക്കാനായിട്ട് എപ്പോഴും വാക്സിൻ എടുക്കുന്നത് ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. എനിക്കതിനത് ആഡ് ചെയ്യാനുള്ളത്, ഈ HPV എന്ന വൈറസ് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇപ്പം സെർവിക്സ്, ഗർഭാശയമുഖ ക്യാൻസർ ആണെങ്കിലും ഓറൽ ക്യാൻസേഴ്സ് ആണെങ്കിലും ആണുങ്ങളുടെ ചില ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രൂവൺ വൈറസ് ആണ് ഈ HPV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസീസിന്റെ പ്രോഗ്രഷനാണത്. അപ്പോൾ ഈ വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലതരം ക്യാൻസറുകൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു വാക്സിനാണിത്. അപ്പം ചിലപ്പോൾ ഈവൻ സിംഗിൾ ഡോസ് വരെ ഹെൽപ്ഫുൾ ആണെന്നാണ് പുതിയ സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഷെഡ്യൂളിൽ അത് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾവേസ് റെക്കമെൻഡഡ് ടു ടേക്ക് HPV വാക്സിൻ. അതേപോലെ നമ്മൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പോൺ കാണുന്ന കാര്യം, അപ്പം ഈ പോൺ അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട്? ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോൺ കാണുന്ന ആൾക്കാരാകുമ്പോൾ അവരുടെ ഒരു വിഷ്വൽ സ്റ്റിമുലൈ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഈസ് യൂസ് ടു ദാറ്റ്. അപ്പം നോർമൽ ഒരു സെക്ഷൽ എൻകൗണ്ടർ വരുമ്പോൾ ആ ഒരു സ്റ്റിമുലൈ അവർക്ക് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാത്തൊരു അവസ്ഥ വരാം. കാര്യം ഇന്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഇമേജറി കണ്ടാൽ മാത്രമായിരിക്കും അവർക്കൊരു ലിബിഡോ അല്ലെങ്കിൽ അറൗസൽ വരിക. അപ്പോൾ സ്ഥിരമായിട്ട് പോൺ കാണുകയും അതിനൊരു അഡിക്ഷൻ വരികയാണെങ്കിൽ ഇറ്റ്സ് എ ഫോം ഓഫ് അഡിക്ഷൻ. അങ്ങനെ ഒരു വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഡെയിലി ഒരു 4-5 ടൈംസ് ഒക്കെ മാസ്ട്രബേറ്റ് ചെയ്യുക, അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന രീതിയിൽ വരെ പോൺ അഡിക്ഷനും മാസ്ട്രബേഷൻ അഡിക്ഷനും ഒക്കെ വരാം. അപ്പൊ എന്തും ഇൻ എക്സസ് ഇസ് ബാഡ്. മാസ്ട്രബേഷൻ ഇസ് എ ഗുഡ് തിങ്. മാസ്ട്രബേഷൻ ആൻഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നുള്ളത് വരുമ്പം
വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളത്? മാസ്ട്രുബേഷൻ ഇസ് ഓൾവേസ് ഗുഡ്. അതിപ്പോൾ ആണുങ്ങളുടെ കാര്യം ആയിക്കോട്ടെ പെണ്ണുങ്ങളുടെ കാര്യം ആയിക്കോട്ടെ, മാസ്ട്രുബേഷന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള കാര്യമാണ്. ഒന്നാമത് നമുക്ക് നമ്മുടെ സ്വന്തം ബോഡിയെ ഐഡന്റിഫൈ ചെയ്യാൻ കുറെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്താലാണ് പ്ലഷർ കിട്ടുക, അല്ലെ നമ്മുടെ ഇറോജിനസ് സോൺസ് എന്താണ്, നമുക്ക് എന്ത് തരം സെക്സിനോടാണ് താല്പര്യം, എന്ത് തരം കാര്യങ്ങളാണ് നമുക്കൊരു അറൗസൽ തരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാസ്ട്രുബേഷൻ ഓൾവേസ് ഹെൽപ്സ്. അത് പക്ഷെ നമ്മൾ ഭയങ്കര ടാബു ആക്കി വെച്ചേക്കുന്ന ഒരു സാധനമാണ്, എസ്പെഷ്യലി ഫീമെയിൽ മാസ്ട്രുബേഷൻ സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പം മാസ്ട്രുബേഷൻ ക്യാൻ ഹെൽപ്പ് യു ഫൈൻഡ് ഔട്ട് വാട്ട് വർക്ക്സ് ഫോർ യു, വാട്ട് ഡസൻറ്റ് വർക്ക് ഫോർ യു. ഇപ്പോൾ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ മ്യൂച്വൽ മാസ്ട്രുബേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാർട്ട്ണറോട് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതൊരു എൻഡോർഫിൻ റിലീസാണ്. ഈവൻ അത് നമ്മുടെ ഓവറോൾ ആങ്സൈറ്റി കുറയ്ക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊരു ലിമിറ്റ് വേണം. എക്സസീവ് മാസ്ട്രുബേഷൻ, ഈ പോൺ അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്, ദാറ്റ് നീഡ്സ് ട്രീറ്റ്മെന്റ്. അപ്പം അത് ലിമിറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്താൽ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. പക്ഷേ ഇഫ് ഇറ്റ് ഗോസ് ഇൻ ആൻ അഡിക്ഷൻ that always needs treatment ആണ്. സോ ഏറ്റവും കോമൺ നമ്മൾ പറഞ്ഞു എന്താ, ഞാൻ സാറിനോട് ചോദിച്ച പോലെ തന്നെ ഏറ്റവും കോമൺ വരുന്ന ഇപ്പം മെയിലിൽ നോക്കുവാണെങ്കിൽ സാറിൻ്റെ ക്ലിനിക്കിൽ വരുന്നൊരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ആണുങ്ങളിൽ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് നമ്മുടെ ഉദ്ധാരണം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അത് പല കാര്യങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഈ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങൾ സ്ഥിരമായിട്ടുള്ളവർക്ക് അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൊണ്ടാവാം, ചിലപ്പോൾ ഏജിങ് ക്യാൻ ബി എ ഫാക്ടർ. അപ്പം അങ്ങനെ പല റീസൺസും ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നുള്ളത് ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ, പെട്ടെന്ന് സ്ഖലനം നടക്കുന്നു, അതും കുറേയൊക്കെ സൈക്കോളജിക്കലാകാം. ചിലപ്പോൾ പ്രോപ്പർ പ്രിമച്വർ ഇജാക്കുലേഷൻ കാണണമെന്ന് പോലും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ടെൻഷൻ, അതും ഈ കമ്പാരിസൺ അവിടെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. പിന്നെ സൈസിന്റെ കാര്യം ചോദിച്ചു വരാറുണ്ട്. ചില കപ്പിൾസിലെ ഹസ്ബൻഡ്സ് മാത്രമായിട്ടൊക്കെ കൺസൾട്ടേഷൻ വരും. എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി സംസാരിച്ച് വരുമ്പോൾ അവരുടെ ഡൗട്ട് ഇതാണ്, എൻ്റെ പെനിസിന്റെ ലെങ്ത് കുറവാണോ, സൈസ് കുറവാണോ, എനിക്ക് എൻ്റെ പാർട്ണറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എഗെയിൻ ഈ പോണിലൊക്കെ കാണുന്നത് ഒരുപാട് കോസ്മെറ്റിക് എൻഹാൻസ്മെന്റ്സും, ദേ ആർ ആക്ടേഴ്സ്. അപ്പോൾ ഐഡിയലി വജൈനയുടെ ഔട്ടർ 1/3 മാത്രമേ നെർവ് എൻഡിങ്സ് ഒക്കെ ഉള്ളൂ. ആൻഡ് ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഈ പറയുന്ന ഒരു പ്ലഷർ സെൻസേഷനും കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്യുക. പ്ലസ് പെനട്രേറ്റീവ് സെക്സിലൂടെ ഓർഗാസം എത്തുന്ന സ്ത്രീകളുടെ ഇസ് വെരി ലെസ്. അത് ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ അല്ലെ വേറെ രീതിയിലുള്ള ഫോർ പ്ലേ ഒക്കെയാണ് അവരെ കൂടുതലും ഹെൽപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ സൈസ് യൂഷ്വലി ഡസൻറ്റ് മാറ്റർ. ഒരു എസ്പെഷ്യലി ഒരു ഇന്ത്യൻ പോപ്പുലേഷനിൽ ടോട്ടലി ഇറക്റ്റ് ആകുമ്പോൾ ഒരു 5 to 7 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് ഈസ് ഇനഫ്. അപ്പം നമ്മൾ വാട്ട് വർക്ക്സ് ഫോർ അവർ പാർട്ണർ എന്ന് കണ്ടുപിടിക്കുക, അല്ലാതെ ഇതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യുമ്പം ദാറ്റ് ക്യാൻ കോസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ചിലപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലെ വിമൻ സാർ പറഞ്ഞാണ് ഒന്നുകൂടെ ചോദിക്കണം, എന്നാലും ലേഡീസ് വരുന്നത് ഏറ്റവും കൂടുതൽ ഏത് പ്രോബ്ലം ആയിട്ടാണ് സാറിന്റെ ക്ലിനിക്കിൽ? എനിക്ക് തോന്നുന്നു ഞാൻ ഇൻഫെർട്ടിലിറ്റി കുറച്ചും കൂടെ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഈ വജിനിസ്മസ് അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് പെനട്രേഷൻ ഭയങ്കരമായിട്ട് ഇപ്പം ശരിക്കും ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ അറൗസൽ ഇഷ്യൂസ് ആകാം, ലിബിഡോ ഇഷ്യൂ, കാര്യം താല്പര്യം തോന്നാത്ത ആൾക്കാരുണ്ട്, വിച്ച് ഇസ് അഗൈൻ നോർമൽ. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ ചിലവർക്ക് ഓർഗാസം എത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അതൊരു പ്രശ്നമായിട്ട് വരുന്നവർ വളരെ വളരെ കുറവാണ്. പക്ഷെ ദാറ്റ് ഈസ് അഗൈൻ എ റെക്കഗ്നൈസ്ഡ് പ്രശ്നം. കോമൺ ആയിട്ട് കാണാറുള്ളത് ഇന്റർകോഴ്സിനോടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു ആങ്സൈറ്റി, അത് കാരണം പെയിൻ, അല്ലെങ്കിൽ സെക്ഷൽ എൻകൗണ്ടറിന്റെ സമയത്ത് അത് പല രീതിയിലുണ്ട്. ചില ആൾക്കാർക്ക് ഇറ്റ് ഇസ് സോ സിവിയർ, പെനിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ വജൈനയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് സിവിയർ കോൺട്രാക്ഷൻസ് ഉണ്ടായിട്ട് കാലൊക്കെ അടച്ചു വെക്കുന്ന രീതിയിൽ വരെ പോവാം. ചില ആൾക്കാർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കാം, ലൂബ്രിക്കേഷനെ കാണാതെ, എന്നിട്ട് ചിലപ്പോൾ പാർട്ണർ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ അത് കാരണം ടയറുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരാം. സോ ഇതൊരു വലിയ സ്പെക്ട്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ഒരു പെയിൻ ഡ്യൂറിങ് സെക്സ് ആണ് പെൺകുട്ടികൾ കൂടുതലും പറഞ്ഞ് വരാറുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു എന്താ പറയുക, ഒരു റാപ്പിഡ് ഫയർ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ചാലോ? ഡെർമറ്റോളജിസ്റ്റിനോടാണ് ക്വസ്റ്റ്യൻ. സോ ക്യാൻ യു ഐഡന്റിഫൈ ആൻ STI ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് സമ്മൺ? No, you cannot identify. Okay. No, you cannot identify an STD by looking at a person. Because it needs a proper history taking, symptomatology and analyze ചെയ്ത്. ആൻഡ് ഇറ്റ്സ് വെരി ആക്ച്വലി ഏതാണെന്ന് പ്രോപ്പറായിട്ട് സിംപ്റ്റമറ്റോളജി അല്ലെങ്കിൽ എക്സാമിനേഷൻ വഴി പറയാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. യു നീഡ് അതർ സോർട്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ബ്ലഡ് ടെസ്റ്റുകളാവാം, PCR അനാലിസിസ് ആകാം. ആൻഡ് ദിസ് റിപ്പോർട്ട്സ് വരാൻ സമയമെടുക്കും. അപ്പോൾ ടേക്സ് ടൈം. ഓക്കെ. സോ നമ്മൾ ചോദിച്ചതാണ്, എന്നാലും ക്യാൻ STI ഇൻഫെക്ഷൻ സ്പ്രെഡ് ത്രൂ ടോയ്ലറ്റ് സീറ്റ്സ്, ഷെയറിംഗ് ടവൽസ് ഓർ സ്വിമ്മിംഗ് പൂൾസ്? ഇല്ല. അപ്പോൾ STI ഇൻഫെക്ഷൻ ഒരു സെക്ഷൽ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ഒരു ബോഡി ഫ്ലൂയിഡ്സ് കോണ്ടാക്ട് വരുന്ന ഒരു രീതിയിൽ മാത്രമേ അത് സ്പ്രെഡ് ആവും. ഓക്കെ. സോ ഈസ് ഓറൽ സെക്സ് റിസ്ക് ഫ്രീ? അല്ല, ഓറൽ സെക്സ് റിസ്ക് ഫ്രീ അല്ല. പല ഓർഗാനിസംസും നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ, ഫാരിങ്സിൽ പ്രശ്നം ഉണ്ടാക്കുകയും ഉണ്ടാക്കാതെ ഇരിക്കാറുണ്ട്. അതുകൂടാതെ ചില വൈറസുകൾ, ഹെർപ്പീസ് പോലത്തെ വൈറസുകൾ ഓറൽ സെക്സ് വഴി സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ ഇനി
ഞാൻ ഡോക്ടറിനോടാണ്, ഡസ് മാസ്റ്റർബേഷൻ കോസ് വീക്ക്നെസ് ഓർ ഇൻഫെർട്ടിലിറ്റി? ഇല്ല, അതൊരു പഴയ 18th സെഞ്ചുറി ഈ മറ്റേ സ്പേം എന്ന് പറയുന്നത് ഒരു ആണിന്റെ വൈറ്റാലിറ്റി ആണ്, അത് പോയി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു ഫോൾസ് തിങ്കിങ്ങിൽ നിന്ന് വന്നൊരു മിത്താണ്. ഒരിക്കലും ഇല്ല. ആക്ച്വലി ഫ്രീക്വന്റ് ആയിട്ട് ഇജാക്കുലേറ്റ് ചെയ്യുന്നത് ഇസ് ഗുഡ് ഫോർ യു. ഇപ്പോൾ സ്പേം പ്രൊഡക്ഷൻ ആണെങ്കിലും നമ്മുടെ ഹോർമോൺസിനാണെങ്കിലും ലോങ് ടേമിൽ നമ്മുടെ ഈവൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ റിസ്ക് വരെ കുറയ്ക്കും ഫ്രീക്വന്റ് ഇജാക്കുലേഷൻസ്. പക്ഷേ അഗെയിൻ എക്സസീവ് മാസ്റ്റർബേഷൻ ഇസ് ബാഡ്. അഡിക്ഷനിലേക്ക് പോകരുത്. ബട്ട് എൻജോയിങ് യുവർ സെൽഫ്, ഒരു സെൽഫ് പ്ലഷറിനായിട്ടുള്ള രീതിയിലും ഇജാക്കുലേഷൻസും കോണ്ടാക്റ്റും സ്പേം പോകുന്നത് ഡസ് നോട്ട് കോസ് എനി ഇഷ്യൂസ്. ഓക്കെ. പിന്നെ ഈസ് ലോ ലിബിഡോ ഓൾവേസ് ഡ്യൂ ടു ഹോർമോൺസ്? നിർബന്ധമില്ല. ഈ പറയുന്ന പോലെ സൈക്കോളജിക്കൽ, ചിലപ്പോൾ പഴയ പ്രീവിയസ് ട്രോമ ആകാം, ചിലപ്പോൾ സെക്ഷൽ അബ്യൂസിന്റെ ഹിസ്റ്ററി ആകാം, അതൊക്കെ കൊണ്ടാകാം. ചിലപ്പോൾ ഇതിൻ്റെ ഒരു കോംപ്ലക്സ് ഇന്റർപ്ലേ ആകാം, ഹോർമോണൽ ഇഷ്യൂസും കാണാം, അതിൻ്റെ കൂടെ ഒരു സൈക്കോളജിക്കൽ കമ്പോണൻറ്റും ആകാം. ഇറ്റ് ഓൾവേസ് നീഡ്സ് ഇവാലുവേഷൻ. എന്താണെന്ന് കണ്ടുപിടിച്ച് മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. ക്യാൻ സമ്മൺ ഹാവ് എ കംപ്ലീറ്റ്ലി ഹെൽത്തി സെക്സ് ലൈഫ് ആഫ്റ്റർ സക്സസ്ഫുൾ STI ട്രീറ്റ്മെന്റ്? യെസ്, ദേ ക്യാൻ ഹാവ്. STI എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻഷൻ ചെയ്ത പോലെ മോസ്റ്റ് ഓഫ് ദി STIs നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പാർട്ണർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു എങ്ങനെയാണിത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ദേ ക്യാൻ ഗോ ബാക്ക് ടു ദ നോർമൽ ലൈഫ്, നോ ഇഷ്യൂസ്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് റാപ്പപ്പ് ചെയ്യുന്ന ഈ സെഷൻ റാപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ ആസ് ഡോക്ടേഴ്സ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം റിഗാർഡിങ് സെക്ഷുവൽ ഹെൽത്ത്, അതായത് എവ്രി വൺ ഷുഡ് ബി അവെയർ എന്ന് തോന്നുന്നൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ബോഡിലി ഓട്ടോണോമി, നമ്മുടെ ഹൗ സെക്സ് വർക്ക്സ്, എന്താണ് സെക്സ് എന്ന് അറിഞ്ഞിരിക്കുക, ബേസിക് സെക്സ് എഡ്യൂക്കേഷൻ, എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റോ ഹെൽപ്പോ നേടേണ്ടെന്ന് അറിഞ്ഞിരിക്കുക, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റും ഹെൽപ്പും അവൈലബിൾ ആണ് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സാറിന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഒരു ഇൻഫെക്ഷനാണ്. ഏതൊരു ഇൻഫെക്ഷൻ പോലെ ഒരു ഇൻഫെക്ഷനാണ്. അത് ഇൻഫെക്ഷനായിട്ട് കാണുക, അതിൽ ഗിൽറ്റും ഇമോഷൻസും കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷമേ ഉണ്ടാവുള്ളൂ. ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല, പാർട്ട്ണറോട് പറയില്ല, പാർട്ട്ണറിന് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്താണെന്ന് അറിയില്ല, ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും. ഇതൊരു ഇൻഫെക്ഷനായിട്ട് മാത്രം കാണാം. ഇതെല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ലോങ് ലേറ്റൻസി, ലോങ് സിംറ്റമാറ്റിക് പീരീഡ്സ് ഉള്ള അസുഖങ്ങളുണ്ട്. സോ ഫ്രീ ആയിട്ട് ഡോക്ടർക്കാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ശരിക്കും ഇതിലൊരു സ്റ്റിഗ്മ മാറ്റുക എന്നല്ലേ, ഒരു ഇൻഹിബിഷൻ മാറ്റി ഓപ്പൺ അപ്പ് ആവുക എന്നുള്ളതാണ് ആൾക്കാരോട് പറയാനുള്ള മെസ്സേജ്. ഡോക്ടർ അതേപോലെ ഇപ്പം നമുക്കിങ്ങനെ ഓരോ മിത്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഒരു നോർമൽ കപ്പിൾ അവര് എവ്രി ഡേ സെക്സ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, രണ്ടിതും. സോ അതിൽ എന്തിനോടാണ് ഡോക്ടർ? അങ്ങനെ ഒരു നോർമൽ ഫ്രീക്വൻസി ഓഫ് സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ദ കപ്പിൾ. ചിലപ്പോൾ അവർ രണ്ടുപേരും നല്ല ഹൈ ലിബിഡുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി സെക്സ് ഇസ് ഓൾസോ ഫൈൻ. പക്ഷേ വലിയ വലിയ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഓൺ ആൻ ആവറേജ് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് എന്നുള്ളതാണ് ഒരു യൂഷ്വൽ നമ്പർ. വീക്ക്ലി വൺസ് പോകുന്നവരുണ്ടാകാം. ആസ് ലോങ് ആസ് ബോത്ത് ഓഫ് ദം ആർ ഹാപ്പി, അവരുടെ സെക്ഷലി അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അത്രേ ഉള്ളൂ അതിനകത്ത്. അൺലെസ് യു ആർ ട്രൈങ് ഫോർ പ്രഗ്നൻസി, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രീക്വൻസിയുടെ കാര്യങ്ങളും ഇന്ന സമയത്ത് ട്രൈ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ അല്ലാതെ വാട്ട് എവർ ദ കപ്പിൾ ഇസ് കംഫർട്ടബിൾ വിത്ത് എന്നുള്ളതാണ്. ഹൈ ലിബിഡോ കപ്പിൾസ് ആണെങ്കിൽ ഈവൻ ഡെയിലി സെക്സ് ഇസ് ഗുഡ് ഫോർ ദം. അല്ല അങ്ങനെയല്ല, നമുക്കിപ്പം ഒരു ഇന്റിമസി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ വരുമ്പോൾ മാത്രം സെക്ഷൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ വീക്ക്ലി വൺസ് ആവാം. ബട്ട് ഇഫ് ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ് ദെൻ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. തിരിച്ചുണ്ട്, ഡെയിലി സെക്സിൽ ഏർപ്പെടും പക്ഷേ ഇമോഷണലി ഒരു കണക്ട് ഇല്ലാത്ത കപ്പിളാകാം, അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ വരാം. ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ഷൻ ഉള്ളവരായിരിക്കാം പക്ഷേ തീരെ സെക്സിൽ ഏർപ്പെടാത്തവരും കാണാം. അപ്പം ഏതെങ്കിലും ഒരു ആസ്പെക്ട് കാരണം അവർക്കൊരു ഡിസ്ട്രസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിന് ഹെൽപ്പ് നേടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഇൻഡിവിജ്വൽ കാര്യമാണ്. വാട്ട് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ ദം എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് സെക്സ് വൈൽ പ്രഗ്നൻസി എന്നുള്ളത്. പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ സെക്സ് ചെയ്യാമോ എന്നുള്ള കാര്യം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആസ് ലോങ് ആസ് ബോത്ത് ഓഫ് ദം ആർ കംഫർട്ടബിൾ. ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ചിലവരുടെ ഈ സെർവിക്സ്, ഗർഭാശയമുഖം ഷോർട്ട് ആയിരിക്കും പ്രഗ്നൻസിയിൽ, അത് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ഈ മറുപിള്ള അല്ലെങ്കിൽ പ്ലാസിന്റെ താഴോട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ, അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഒന്ന് അഡ്വൈസ് ചെയ്യും സെക്സിൽ നിന്ന് വിത്ത്ഹോൾഡ് ചെയ്യണേ. ആക്ച്വലി നമ്മൾ പ്രഗ്നൻസിയുടെ എൻഡിൽ എത്തുമ്പോൾ, ടേം എത്തുമ്പോൾ ആക്ച്വലി സെക്സ് മൈറ്റ് ഹെൽപ്പ് ഇൻ ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇഫ് ദ കപ്പിൾ ആർ കംഫർട്ടബിൾ, അവർക്ക് അത് കാരണം ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഗോ അഹെഡ്.
ഓക്കെ. ആ പ്രോപ്പർ ഹെൽത്ത് കണ്ടീഷൻ ഡോക്ടർ പറയുന്നത് കോൺട്രാഇൻഡിക്കേഷൻ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂഷ്വലി ഗൈനക്കോളജിസ്റ്റ് വിൽ ടെൽ ദം ഇങ്ങനെ ഉണ്ട്, പ്ലാസിന്റെ താഴോട്ടാണ്, അപ്പം കോൺടാക്ട് പാടില്ല, അല്ലെങ്കിൽ സെർവിക്സ് ചെറുതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യു വിൽ ബി ടോൾഡ്. അപ്പം ബെറ്റർ നോട്ട് ടു ഗോ ഫോർ സെക്സ്. അതർവൈസ് ഇഫ് യു ആർ കംഫർട്ടബിൾ ഡെഫിനറ്റ്ലി ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ അതേപോലെ വേറൊരു ഇങ്ങനെ നോർമലി പറയുന്ന ഒരു കാര്യമാണ്, അതായത് സി സെക്ഷൻ കഴിയുന്ന ലേഡീസിന് കുറച്ചുകൂടെ അതായത് സെക്ഷൽ ഫങ്ഷനിങ് പ്രിസർവ്ഡ് ആയിരിക്കും, വജൈനൽ ബർത്ത് തിരിച്ചായിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു ഈ പറയുന്ന ഒരു മിത്താണ്. പക്ഷെ ലോങ് ടേം സ്റ്റഡീസ് അങ്ങനത്തെ ഡിഫറൻസസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ദ തിങ് ഇസ്, നമ്മൾ പെരിനിയൽ, അതായത് ആ ഒരു വജൈന യോനിയുടെ ഏരിയയിലുള്ള ട്രോമ അവോയ്ഡ് ചെയ്യുന്നുണ്ട് സിസേറിയൻ. അപ്പൊ ചിലപ്പോൾ കോസ്മെറ്റിക്കലി അല്ലെങ്കിൽ ആ ഒരു റിക്കവറി പീരീഡ് ഇല്ലാത്തത് കൊണ്ട് മേ ബി കുറച്ചും കൂടെ പെട്ടെന്ന് ആൾക്കാർ സെക്ഷൽ ലൈഫിലേക്ക് തിരിച്ചു പോകാറുണ്ട്. പക്ഷെ നമ്മൾ മറന്നുപോയത് സിസേറിയൻ എന്ന് പറയുന്നത് മേജർ അബ്ഡമൽ സർജറി, അതിൽ നിന്ന് റിക്കവർ ആയി വരണം. ഇനി അൺലെസ് ഇനി ഈ വജൈനൽ ഡെലിവറിയുടെ സമയത്ത് അവിടുത്തെ മുറിവുകൾ ഭയങ്കര ഡീപ്പാണ്, അല്ലെങ്കിൽ അത് കാരണം അവിടുത്തെ പെൽവിക് ഫ്ലോർ മസിൽസിന് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദേ മൈറ്റ് നീഡ് ഹെൽപ്പ് ഗെറ്റിംഗ് ബാക്ക് ടു എ നോർമൽ സെക്ഷൽ ലൈഫ്. അല്ലാതെ ഇൻ ദ ലോങ് റൺ ഇറ്റ് ഡസന്റ് റിയലി മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ്, ബോത്ത് ഐദർ സിസേറിയൻ ഓർ വജൈനൽ ബർത്ത്. പിന്നെ ഏറ്റവും സ്റ്റിഗ്മ ഉള്ളതാണ്, നമ്മൾ ഇടയ്ക്കൊന്ന് സംസാരിച്ചു പോയായിരുന്നു, വിമൻ മാസ്റ്റർബേറ്റ് ചെയ്യുക എന്നുള്ള ടോപ്പിക്. സോ അതെന്തോ ഒരു സിൻ പോലെയാണ് കാണുന്നത്. സോ അതിനെന്തെങ്കിലും നെഗറ്റീവ് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. മാസ്റ്റുർബേഷൻ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇറ്റ്സ് ഓൾവേസ് ഹെൽപ്ഫുൾ ഉള്ളി. ഈ പറയുന്ന പോലെ ഈ സെക്സും ഇതിന്റെ എല്ലാം എന്താണ് പ്ലഷർ, നമ്മൾ എൻഡോർഫിൻ റിലീസ്, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ ഒരു സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ആണെങ്കിലും. അപ്പൊ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇറ്റ്സ് എ ഫോം ഓഫ് സെൽഫ് എക്സ്പ്ലോറേഷൻ. നമുക്ക് എന്താണ് സെക്സിൽ വർക്ക്ഔട്ട് ആവുക, നമ്മുടെ ഇറോജനസ് സോൺസ് ഏതാണ്, നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫോർ പ്ലേ ആണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും, ഓറൽ സെക്സ് ആണോ, അല്ലെങ്കിൽ ഈ ചില ബോഡി പാർട്സിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് അറൗസൽ വരുന്നു, അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ മാസ്റ്റർബേഷൻ വിൽ ഓൾവേസ് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഫോം ഓഫ് സ്ട്രെസ് റിലീഫ് പോലെ ആയിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് എ ലോട്ട് ഹാസ് ചേഞ്ച്ഡ് ഓൾസോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പറഞ്ഞതേ ഉള്ളൂ, ഒരു 10 വർഷം മുമ്പ് സെക്സ് ടോയ്സ് എന്ന് പറയുന്നത് ഭയങ്കര ടബു ആണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തോരം കമ്പനീസ് ഉണ്ട്, പല രീതിയിലുള്ള സെക്സ് ടോയ്സ് നമുക്ക് ഓൺലൈൻ ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. വിച്ച് മീൻസ് ബിഗ് പോപ്പുലേഷൻ, ബിഗ് സെറ്റ് ഓഫ് അവർ പോപ്പുലേഷൻ ആർ ലുക്കിംഗ് ഫോർ ഓപ്ഷൻസ്, പല രീതിയിലെ സെൽഫ് പ്ലഷർ. അപ്പോൾ പെനട്രേറ്റീവ് ടോയ്സ് ഉണ്ട്, ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ്റെ ടോയ്സ് ഉണ്ട്, പലതരം ടോയ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പം ദാറ്റ് ഇസ് നെവർ എ സിൻ. അത് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ആണ് മാറ്റേണ്ടത്. ഐ വുഡ് റെക്കമെൻഡ് ഗോ ഫോർ ഇറ്റ്, എക്സ്പ്ലോർ യുവർ സെൽഫ്. സ്വന്തമായിട്ടുള്ള നമ്മുടെ എന്താണ് വർക്ക്ഔട്ട് ആവുന്നതെന്ന് കണ്ടുപിടിച്ച് വെക്കുക. ദാറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് വെൻ യു ഗോ ഫോർ ആൻ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ഹാവിംഗ് സെക്സ് വിത്ത് എ പാർട്ട്ണർ. യു ക്യാൻ ഗൈഡ് യുവർ പാർട്ട്ണർ ബെറ്റർ ആയി. സോ ദാറ്റ് ഇസ് ഓൾവേസ് എ ഗുഡ് തിങ്. പിന്നെ അതേപോലെ തന്നെ വജൈനൽ സെക്രീഷൻസ് ഒക്കെ ലേഡീസിന് കോമൺ ആയിട്ടുള്ളതാണ്. സോ അത് ഇൻഫെക്ഷൻ ആണോ അല്ലയോ, നമ്മൾ എങ്ങനെ അതിനെ? ഒരിക്കലും അല്ല. വജൈനൽ സെക്രീഷൻസ് ആർ എ നോർമൽ തിങ്. ഇപ്പൊ നമ്മുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിനനുസരിച്ച് അതിന്റെ കൺസിസ്റ്റൻസിയും തിക്നെസ്സും ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരാം, നമ്മുടെ പാൻറ്റീസ് ഒക്കെ സ്റ്റെയിൻഡ് ആവാം. പക്ഷേ വജൈന ഈസ് എ സെൽഫ് ക്ലീനിങ് ഓർഗൻ. നമ്മൾ ഈ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ എന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങളാണ്, ബട്ട് ഐഡിയലി യു ഷുഡ് നോട്ട് യൂസ് ഇറ്റ്. നമ്മൾ ഈ ഗട്ട് ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന പോലെ വജൈനയ്ക്ക് സ്വന്തമായിട്ട് ഒരു മൈക്രോബയോം ഉണ്ട്. ലോട്ട് ഓഫ് ഗുഡ് ബാക്ടീരിയ ഇസ് ഇൻ യുവർ വജൈന വിച്ച് മെയിൻറ്റെയിൻസ് ആ ഒരു pH-ഉം അവിടുത്തെ നോർമൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വജൈന ഈസ് എ സെൽഫ് ക്ലീനിങ് ഓർഗൻ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും പിന്നെ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഒക്കെ ആയിട്ടും അവിടെ നിന്ന് വരുന്ന സെക്രീഷൻസിന്റെ കൺസിസ്റ്റൻസിയും തിക്നെസ്സും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വരാം. ചിലർക്ക് ഇത് ചില ആൾക്കാരെക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കാം. പക്ഷെ ആസ് ലോങ് ആസ് വേറെ ബുദ്ധിമുട്ടില്ല, ഇപ്പൊ ഇച്ചിങ് ഉണ്ടാക്കുന്നു, അല്ലെ ഫൗൾ സ്മെല്ല് വരുന്നു, അല്ലെ അവിടെ ഡിസ്കളറേഷൻസ് വരുന്നു, അല്ലെ വേറെ കളറിൽ ഡിസ്ചാർജ് വരുന്നു, that needs to be evaluated. വജൈനയിൽ നിന്നുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് എ നോർമൽ തിങ്. അതൊരു പാർട്ട് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ആ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാരണം ചെറിയ ചെറിയ കൺസിസ്റ്റൻസി ചേഞ്ചസ് വരുന്നല്ലാതെ ദാറ്റ് ഈസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം ഒരു കപ്പിൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇല്ല, ഇപ്പം അവർക്ക് എവറി ഡേ ആണെങ്കിൽ എവറി ഡേ ദേ ക്യാൻ ഹാവ് സെക്സ് എന്നുള്ള രീതി, അത് അപ് ടു ദെയർ ചോയ്സ് ആണ്. പറഞ്ഞ പോലെ വേറെ കാര്യം ഡ്യൂറേഷൻ ഓഫ് സെക്സ്, സെക്സിന് ഒരു ഐഡിയൽ ഡ്യൂറേഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്, നമ്മൾ സെക്സ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് പെനട്രേഷൻ. പെനട്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. പെനട്രേഷൻ വഴി ചിലപ്പോൾ ഓർഗാസത്തിൽ ആണുങ്ങൾ എത്തുന്നുണ്ടായിരിക്കാം, പെൺകുട്ടികൾക്ക് പെനട്രേഷൻ വഴി ഓർഗാസത്തിൽ എത്താൻ ബുദ്ധിമുട്ടുമാണ്. ഈ പെനട്രേഷൻ്റെ ഡ്യൂറേഷനാണ് ആൾക്കാർ ആക്ച്വലി വന്ന് ചോദിക്കുന്നത്. കാര്യം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ പോൺ വീഡിയോസിൽ അവർ ഈ 10 minutes 15 minutes ഒക്കെ, യൂഷ്വലി ഒരു 2 to 5 minutes ഒക്കെയാണ്. ഒരു 1 minute താഴെയൊക്കെ ആണെങ്കിലാണ് പെനട്രേഷൻ്റെ സമയം കുറവാണെങ്കിലാണ് നമ്മളത് ഇച്ചിരി കൺസേൺഡ് ആവേണ്ടത്.
അതർവൈസ് 2 to 5 minutes ഇസ് ഇനഫ്. അല്ലെങ്കിൽ ഈ പറയുന്ന 10 minutes 15 minutes എന്നൊക്കെ പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ഫോർ ദ ഗേൾ ആക്ച്വലി. ഒരുപാട് ഫ്രിക്ഷൻ റിലേറ്റഡ് ഇഞ്ചുറീസും ട്രോമയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം സെക്സ് ഷുഡ് ഇൻക്ലൂഡ് എ ലോട്ട് ഓഫ് അതർ തിങ്സ് ഓൾസോ. ഇപ്പം നമ്മളൊരു ഇനിഷ്യൽ ഒരു ഇമോഷണൽ കണക്ട്, അത് എസ്പെഷ്യലി സ്ത്രീകൾക്ക് അത് വരണം, ഒരു അറൗസൽ വരണം, ആ ലിബിഡോ തോന്നി നമ്മൾ അവിടെ എത്തുന്നു. പിന്നെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഫോർ പ്ലേ, അതായത് വജൈനിലും പെനിസും അല്ലാതെ നമ്മുടെ ബാക്കി ഇറോജനസ് സോൺസ്, ബ്രസ്റ്റ് ആണെങ്കിലും കഴുത്താണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സോൺസ് ആണ്, അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ആക്ട്സ്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് വരിക, രണ്ടുപേർക്കും പ്ലഷർ കിട്ടുന്നുണ്ട്. ഇഫ് പോസിബിൾ രണ്ടുപേരും ഓർഗാസത്തിൽ എത്തിയാൽ ദാറ്റ് ഇസ് സക്സസ്ഫുൾ. അതിപ്പോ 2 മിനിറ്റ് നടന്നാൽ എഗെയിൻ വെൽ ആൻഡ് ഗുഡ്. അതിനിപ്പോ എല്ലാം കൂടി ഒരു 10-15 മിനിറ്റ് എടുത്താൽ എഗെയിൻ വെൽ ആൻഡ് ഗുഡ്. രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആകണം, രണ്ടുപേർക്കും ഡിസ്ട്രസ് വരാൻ പാടില്ല. ആൻഡ് പെനട്രേറ്റീവ് സെക്സിൽ ആണുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലെസ് ദാൻ 1 മിനിറ്റ് ഒക്കെ ആണ് കൺസിസ്റ്റന്റ്ലി എങ്കിൽ ദാറ്റ് നീഡ്സ് ടു ബി വാലുവേറ്റഡ്. അല്ലാതെ അതിന് നമുക്ക് അങ്ങനെ ഫിക്സ് ടൈംസ് ഒന്നും പറയാനില്ല. ആസ് ലോങ് ആസ് യു ആർ ഹാവിംഗ് ഫൺ, ബോത്ത് ഓഫ് യു ആർ ഹാവിംഗ് പ്ലഷർ, ഇഫ് പോസിബിൾ രണ്ടുപേരും ഓർഗാസം വരെ എത്തിയിട്ടുണ്ടോ, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ഇറ്റ്സ് അപ് ടു ആ കപ്പിൾ എന്നുള്ളതാണ് അല്ലേ, അല്ലാതെ ഒരു ഫിക്സഡ് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു വലിയ വാസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തു, പക്ഷേ ഇനിയും എനിക്കറിയാം ഇൻഡെപ്ത് കുറേ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ ഫ്രീ ആവുന്ന ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്കൊരു നെക്സ്റ്റ് സെഷൻ പോലെ ഒരു ടോക്ക് ഷോ വിത്ത് ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ തോന്നുന്നു. കാരണം ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പോലും അറിയാം. നമ്മുടെ വിചാരം നമുക്ക് എന്തൊക്കെയോ അറിയാം. ഈ പറഞ്ഞ ഗൂഗിളൊക്കെ നോക്കി കുറേ തെറ്റായ അറിവുകൾ മനസ്സിൽ വെച്ചിട്ട് എല്ലാം അറിയാമെന്നുള്ള ധാരണയിലാണ് എന്നെപ്പോലെ കുറേ പേരെങ്കിലും ഉള്ളത്. സോ അവർക്കൊക്കെ നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ ഇതേപോലത്തെ സെഗ്മെന്റ്സ് ഇനിയും കൊണ്ടുവരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.